എല്ലാവർക്കും നമസ്കാരം. LDC +2 ഡിഗ്രി ലെവൽ എന്നീ PSC പരീക്ഷകൾക്കുള്ള മലയാളം ക്ലാസ്സസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പദശുദ്ധി, വാക്യശുദ്ധി, അതുപോലെ പരിഭാഷ എന്നിവയുടെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ നമ്മുടെ മലയാളം സിലബസ് എടുത്തു നോക്കുകയാണെങ്കിൽ 4ാമത്തെ ടോപ്പിക്കാണ് ഒറ്റപ്പദം. അപ്പോൾ ഇന്ന് നമുക്ക് ഒറ്റപ്പദമാണ് നോക്കാനുള്ളത്. അപ്പോൾ മലയാളം ക്ലാസ്സസ് തുടർച്ചയായി കാണാനായി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മലയാളം ക്ലാസ് എന്ന് കാണാം. മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മലയാളം ക്ലാസ്സസും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഒറ്റപ്പദം നോക്കാം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനും അതുപോലെ SCRT കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ക്ലാസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യത്തേത് അച്ഛൻ്റെ അമ്മ. അച്ഛൻ്റെ അമ്മ ആരാണ്? പിതാമഹി എന്നാണ് പറയുക. അച്ഛൻ്റെ അമ്മ എന്നതിൻ്റെ ഒറ്റപ്പദം പിതാമഹി. അച്ഛൻ എന്ന് വെച്ചാൽ എന്താണ്? പിതാവാണ്. അച്ഛൻ പിതാവാണ്. അപ്പോൾ അച്ഛൻ്റെ അമ്മ ആരാണ്? പിതാമഹി എന്നാണ് പറയാറ്. അച്ഛൻ എന്ന് വെച്ചാൽ പിതാവാണ്. അച്ഛൻ്റെ അമ്മ പിതാമഹി എന്നാണ് പറയാറ്. അതുപോലെ അച്ഛൻ്റെ അച്ഛൻ. അച്ഛൻ്റെ അച്ഛൻ പറയുന്നത് പിതാമഹൻ. അച്ഛൻ്റെ അച്ഛൻ അറിയപ്പെടുന്നത് പിതാമഹൻ. അച്ഛൻ പിതാവ്, അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ. അടുത്തത് മുത്തച്ഛൻ്റെ അച്ഛൻ. അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ മുത്തച്ഛനാണല്ലേ? അച്ഛൻ്റെ അച്ഛൻ മുത്തച്ഛനാണ്. അപ്പോൾ മുത്തച്ഛൻ്റെ അച്ഛൻ ആരാണ്? പ്രപിതാമഹൻ. ഇവിടെ പിതാമഹന്റെ കൂടെ ഒരു പ്രായം കൂടെ വന്നു. മുത്തച്ഛൻ്റെ അച്ഛൻ പ്രപിതാമഹൻ. അച്ഛൻ്റെ അച്ഛൻ പിതാമഹനാണ്. ആരാണ്? മുത്തച്ഛൻ. മുത്തച്ഛനെയാണ് പിതാമഹൻ എന്ന് പറയുന്നത്. അപ്പോൾ മുത്തച്ഛൻ്റെ അച്ഛൻ, മുത്തച്ഛൻ്റെ അച്ഛനെ എന്താണ് പറയുക? പ്രപിതാമഹൻ. ഓക്കെ, അടുത്തത് അച്ഛൻ്റെ സഹോദരി. അച്ഛൻ്റെ സഹോദരി പിതൃശ്വസ. അച്ഛൻ്റെ സഹോദരി പിതൃശ്വസ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് അച്ഛൻ്റെ അനുജൻ. അച്ഛൻ്റെ അനുജൻ എന്നതിൻ്റെ ഒറ്റപ്പദം പൃഥിവ്യൻ. അച്ഛൻ്റെ അനുജൻ പൃഥിവ്യൻ എന്നാണ് അറിയുന്നത്. അടുത്തത് അമ്മയുടെ അമ്മ. നമ്മളിപ്പോൾ അച്ഛൻ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അമ്മ എന്താണ് അറിയപ്പെടുന്നത്? മാതാവ്. അച്ഛൻ പിതാവ്, അമ്മ മാതാവ്. അപ്പോൾ അച്ഛൻ്റെ അമ്മ പിതാമഹിയാണ്. അപ്പോൾ അമ്മയുടെ അമ്മ എന്ത് വരും? മാതാമഹി. അച്ഛൻ്റെ അമ്മ പിതാമഹിയാണ്, അമ്മയുടെ അമ്മ മാതാമഹിയാണ്. അടുത്ത അമ്മയുടെ അച്ഛൻ മാതാമഹൻ. ഇവിടെ മാറിപ്പോവരുത്. അച്ഛൻ്റെ അമ്മ പിതാമഹി, അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ, അമ്മയുടെ അമ്മ മാതാമഹി, അമ്മയുടെ അച്ഛൻ മാതാമഹൻ. അടുത്തത് മുത്തച്ഛൻ്റെ അച്ഛൻ. മുത്തച്ഛൻ്റെ അച്ഛൻ ആരാണ്? പ്രപിതാമഹൻ. പ്രപിതാമഹൻ. അടുത്ത അച്ഛൻ്റെ സഹോദരി പൃഥിശ്വസ, അച്ഛൻ്റെ അനുജൻ പൃഥിവ്യൻ. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് അമ്മയുടെ സഹോദരൻ. അമ്മയുടെ സഹോദരൻ മാതുലൻ, അമ്മാവൻ. അമ്മയുടെ സഹോദരൻ മാതുലനാണ്, അമ്മാവനാണ്. അടുത്തത് മകളുടെ ഭർത്താവ്. മകളുടെ ഭർത്താവ് എന്നതിൻ്റെ ഒറ്റപ്പദം ജാമാതാവ്. മകളുടെ ഭർത്താവ് ജാമാതാവ്. അടുത്തത് മകളുടെ മകൾ. മകളുടെ മകൾ ദൗഹിത്രി. മകളുടെ മകൾ ദൗഹിത്രി. അപ്പം മകളുടെ മകൻ ദൗഹിത്രൻ. മകളുടെ മകൾ ദൗഹിത്രിയാണ്, മകളുടെ മകൻ ദൗഹിത്രൻ. അടുത്തത് പുത്രന്റെ ഭാര്യ. പുത്രന്റെ ഭാര്യ അറിയപ്പെടുന്നത് സ്നുഷ. പുത്രന്റെ ഭാര്യ ആരാണ്? സ്നുഷ. പുത്രന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ മരുമകളല്ലേ? ഇവിടെ മകളുടെ ഭർത്താവ് ആരാണ്? മരുമകനാണ്, ജാമാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മകന്റെ ഭാര്യ, മകന്റെ ഭാര്യ മരുമകൾ അറിയപ്പെടുന്നത് സ്നുഷ. അടുത്തത് പൗത്രന്റെ ഭാര്യ. പൗത്രന്റെ ഭാര്യ പ്രസ്നുഷ. പൗത്രൻ എന്ന് പറയുന്നത് ആരാണ്? പുത്രന്റെ പുത്രനാണ് പൗത്രൻ. പുത്രന്റെ പുത്രനാണ് പൗത്രൻ. പൗത്രന്റെ ഭാര്യ പ്രസ്നുഷ. അടുത്തത് പുത്രന്റെ പുത്രി. പുത്രന്റെ പുത്രി പൗത്രി. പുത്രന്റെ പുത്രി പൗത്രി. ഒന്നുകൂടെ നോക്കാം. അമ്മയുടെ സഹോദരൻ, അതായത് അമ്മാവൻ അറിയുന്നത് മാതുലൻ എന്ന പേരിലാണ്. അടുത്തത് മകളുടെ ഭർത്താവ്, അതായത് മരുമകൻ അറിയപ്പെടുന്നത് ജാമാതാവ്. മകളുടെ മകൾ അറിയപ്പെടുന്നത് ദൗഹിത്രി. മകളുടെ മകൻ അറിയപ്പെടുന്നത് ദൗഹിത്രൻ. അടുത്തത് പുത്രന്റെ ഭാര്യ. പുത്രന്റെ ഭാര്യ അറിയപ്പെടുന്നത് സ്നുഷ. പുത്രന്റെ ഭാര്യ അറിയപ്പെടുന്നത് സ്നുഷ. പൗത്രന്റെ ഭാര്യ അറിയപ്പെടുന്നത് പ്രസ്നുഷ. അപ്പോൾ പൗത്രൻ ആരാണ്? പുത്രന്റെ പുത്രനാണ് പൗത്രൻ. പുത്രന്റെ പുത്രി ആരാണ്? പൗത്രി. ഓക്കെ അല്ലേ? അടുത്തത് ഭാര്യയുടെ പിതാവ്. ഭാര്യയുടെ പിതാവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവ് അറിയപ്പെടുന്നത് ശ്വശുരൻ. ഭാര്യയുടെ പിതാവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവ് നമ്മൾ പറയുകയാണെങ്കിൽ എന്താ? ഫാദർ ഇൻ ലോ അല്ലേ?
അമ്മായച്ചൻ. ഫാദർ ഇൻ ലോ അറിയപ്പെടുന്നത് ശ്വശുരൻ. അടുത്തത് ഭാര്യയുടെ മാതാവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാവ് അറിയപ്പെടുന്നത് ശ്വശ്രു. നമ്മുടെ അമ്മായിയമ്മ അല്ലെങ്കിൽ മദർ ഇൻ ലോ. ഭാര്യയുടെ മാതാവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാവ് അറിയപ്പെടുന്നത് ശ്വശ്രു എന്നാണ്. അടുത്തത് സഹോദരി പുത്രൻ. സഹോദരി പുത്രൻ അറിയപ്പെടുന്നത് ഭാഗിനേയൻ. സഹോദരി പുത്രൻ അറിയപ്പെടുന്നത് ഭാഗിനേയൻ, അതായത് പെങ്ങളുടെ മകൻ അറിയപ്പെടുന്നത് ഭാഗിനേയൻ. അപ്പോൾ പെങ്ങളുടെ, അതായത് സഹോദരിയുടെ മകൾ അല്ലെങ്കിൽ പുത്രി അറിയപ്പെടുന്നത് എന്താണ്? ഭാഗിനേയ. സഹോദരിയുടെ മകൾ അല്ലെങ്കിൽ പുത്രി അറിയപ്പെടുന്നത് ഭാഗിനേയ. അടുത്തത് സഹോദരിയുടെ ഭർത്താവ്. സഹോദരിയുടെ ഭർത്താവ് ആരാണ്? അളിയൻ അല്ലെ. സഹോദരിയുടെ ഭർത്താവിനെ പറയുന്നതാണ് അളിയൻ, അതായത് സ്യാലൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ. ഒന്നുകൂടെ നോക്കാം. ഭാര്യയുടെ പിതാവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവ് എന്നതിൻ്റെ ഒറ്റപ്പദം ശ്വശുരൻ. ഭാര്യയുടെ മാതാവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാവ് എന്നതിൻ്റെ ഒറ്റപ്പദം ശ്വശ്രു. സഹോദരി പുത്രൻ ഭാഗിനേയൻ. സഹോദരിയുടെ മകൾ അല്ലെങ്കിൽ പുത്രി ഭാഗിനേയ. സഹോദരിയുടെ ഭർത്താവ്, അതായത് അളിയൻ, അറിയപ്പെടുന്നത് സ്യാലൻ എന്നാണ്. അടുത്തത് വീരസേനന്റെ പുത്രൻ. വീരസേനന്റെ പുത്രൻ വൈരസേനി എന്ന ഒറ്റപ്പദത്തിലാണ് അറിയപ്പെടുന്നത്. വീരസേനന്റെ പുത്രൻ വൈരസേനി. അടുത്തത് ആരാണ് വൈരസേനി? നളനാണല്ലേ. നളനാണ് വൈരസേനി. അടുത്തത് വിനതയുടെ പുത്രൻ. വിനതയുടെ പുത്രൻ വൈനതേയൻ. വിനതയുടെ പുത്രൻ വൈനതേയൻ. അടുത്തത് സാത്യകന്റെ പുത്രൻ. സാത്യകന്റെ പുത്രൻ സാത്യകി. സാത്യകന്റെ പുത്രൻ സാത്യകി. അടുത്ത ദ്രൗപദിയുടെ പുത്രൻ. ദ്രൗപദിയുടെ പുത്രൻ അറിയപ്പെടുന്നത് ദ്രൗപദേയൻ. ദ്രൗപദിയുടെ പുത്രൻ ദ്രൗപദേയൻ. ദ്രുപദന്റെ പുത്രി. ദ്രുപദന്റെ പുത്രി ദ്രൗപദി. അടുത്തത് പിതൃ സഹോദരൻ. പിതൃ സഹോദരൻ താതകു. പിതൃ സഹോദരൻ എന്നതിൻ്റെ ഒറ്റപ്പദം വരുന്നത് താതകു. അടുത്തത് പുത്രനുള്ളവൾ. പുത്രനുള്ളവൾ എന്നതിൻ്റെ ഒറ്റപ്പദം പുത്രിണി. ഒന്നുകൂടെ നോക്കാം. വീരസേനന്റെ പുത്രൻ എന്നതിൻ്റെ ഒറ്റപ്പദം വൈരസേനിയാണ്. വിനതയുടെ പുത്രൻ എന്നതിൻ്റെ ഒറ്റപ്പദം വൈനതേയൻ. സാത്യകന്റെ പുത്രൻ സാത്യകി. ദ്രൗപദിയുടെ പുത്രൻ ദ്രൗപദേയൻ. ദ്രുപദന്റെ പുത്രി ദ്രൗപദി. പിതൃ സഹോദരൻ താതകു. പുത്രനുള്ളവൾ പുത്രിണി. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് നോക്കിയാലോ. അടുത്തത് ഉത്തമ മനുഷ്യന്റെ പുത്രൻ. ഉത്തമ മനുഷ്യന്റെ പുത്രൻ അറിയപ്പെടുന്നത് ഈശൻ. ഉത്തമ മനുഷ്യന്റെ പുത്രൻ ഈശൻ. അടുത്തത് നടിയുടെ പുത്രൻ. നടിയുടെ പുത്രൻ ആരാണ്? നാടേയൻ എന്നാണ് അറിയപ്പെടുന്നത്. നടിയുടെ പുത്രൻ നടനല്ല, നാടേയനാണ്. നാടേയൻ. അടുത്തത് ദ്രോണരുടെ പുത്രൻ. ദ്രോണരുടെ പുത്രൻ ദ്രൗണി. ദ്രോണരുടെ പുത്രൻ ദ്രൗണിയാണ്. അടുത്ത സുമിത്രയുടെ മകൻ. സുമിത്രയുടെ മകൻ സൗമിത്രി. സൗമിത്രി ആരാണ്? ലക്ഷ്മണനാണല്ലേ. സുമിത്രയുടെ മകൻ സൗമിത്രി. അടുത്തത് ദശരഥന്റെ പുത്രൻ ദാശരഥി. ദശരഥന്റെ പുത്രൻ ദാശരഥി. അടുത്തത് ഭീമന്റെ പുത്രൻ. ഭീമന്റെ പുത്രൻ ഭൈമിയാണ്. ഭീമന്റെ പുത്രൻ ഭൈമി. ജനകന്റെ പുത്രി. ജനകന്റെ പുത്രി ജാനകിയാണ്. ജനകന്റെ പുത്രി ജാനകിയാണ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഉത്തമ മനുഷ്യന്റെ പുത്രൻ എന്നതിൻ്റെ ഒറ്റപ്പദം വരുന്നത് ഈശൻ. നടിയുടെ പുത്രൻ എന്നതിൻ്റെ ഒറ്റപ്പദം നാടേയൻ. ദ്രോണരുടെ പുത്രൻ ഒറ്റപ്പദമാക്കുക ദ്രൗണി. സുമിത്രയുടെ മകൻ സൗമിത്രി. ദശരഥന്റെ പുത്രൻ ദാശരഥി. ഭീമന്റെ പുത്രൻ ഭൈമി. ജനകന്റെ പുത്രി ജാനകി. ഓക്കെ അല്ലേ? അടുത്തത് ഭൂമിയെ സംബന്ധിച്ചത്. ഭൂമിയെ സംബന്ധിച്ചത് ഭൗമം. ഭൂമിയെ സംബന്ധിച്ചത് ഭൗമം. നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് ഒറ്റപ്പദം. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഭൂമിയെ സംബന്ധിച്ചത് ഭൗമമാണ്. ഭൂമിയെ സംബന്ധിച്ചത് ഭൗമം. ലോകത്തെ സംബന്ധിച്ചത്. ലോകത്തെ സംബന്ധിച്ചത് ലൗകികമാണ്. ലോകത്തെ സംബന്ധിച്ചത് ലൗകികം. നമ്മൾ പദശുദ്ധിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലൗകികം, ലൗകികമല്ല, കെട്ടുവേണ്ട, ലൗകികമാണ്. അടുത്തത് ഉൽപ്പത്തിയെ സംബന്ധിച്ചത്. ഉൽപ്പത്തിയെ സംബന്ധിച്ചത് എന്താണ്? ഔൽപത്യം. ഉൽപ്പത്തിയെ സംബന്ധിച്ചത് ഔൽപത്യമാണ്. ഔൽപത്യം എന്നാണ് വരുന്നത്. അടുത്തത് ഉപചാരത്തെ സംബന്ധിച്ചത്. ഉപചാരത്തെ സംബന്ധിച്ചത് ഔപചാരികം. ഇവിടെ ഉ എന്ന് വന്നൊക്കെ അവിടെ പോയപ്പോൾ ഔ എന്നായി അല്ലേ. അപ്പോൾ ഉൽപ്പത്തിയെ സംബന്ധിച്ചത് ഔൽപത്യമാണ്.
ഉപചാരത്തെ സംബന്ധിച്ചത് ഔപചാരികമാണ്. ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികമാണ്. വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം. അടുത്തത് പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം. ഇവിടെ ഊ എന്നത് അപ്പുറത്ത് പോയപ്പോൾ ഔ ആയി മാറി. പുരാണത്തെ സംബന്ധിച്ചത് എന്താണ്? പൗരാണികമാണ്. അടുത്തത് ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികം. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. ഭൂമിയെ സംബന്ധിച്ചത് എന്താണ്? ഭൗമമാണ്. ലോകത്തെ സംബന്ധിച്ചത് ലൗകികമാണ്. ഉൽപ്പത്തിയെ സംബന്ധിച്ചത് ഔൽപത്യമാണ്. ഉപചാരത്തെ സംബന്ധിച്ചത് ഔപചാരികമാണ്. ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം. വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം. പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം. ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികം. ഓക്കെ, അടുത്തത് കൃഷിയെ സംബന്ധിക്കുന്നത് എന്താണ്? കാർഷികമാണ്. കാർഷിക വ്യവസായം എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ടത് എന്താണ്? കാർഷികമാണ്. അടുത്തത് ഋഷിയെ സംബന്ധിച്ചത്. നേരത്തെ കൃഷിയെ സംബന്ധിച്ചതാണ് പറഞ്ഞത്, കാർഷികം. ഇപ്പോൾ ഋഷിയെ സംബന്ധിച്ചത് എന്താണ് വരുന്നത്? ആർഷമാണ്. ഋഷികം എന്നല്ല, ആർഷം എന്നാണ് വരിക. കൃഷിയെ സംബന്ധിച്ചത് കാർഷികമാണ്, ഋഷിയെ സംബന്ധിച്ചത് ആർഷമാണ്. മാറിപ്പോവരുത്. അടുത്തത് ഗൃഹത്തെ സംബന്ധിക്കുന്നത് എന്താണ്? ഗാർഹികം. അടുത്തത് സമ്പത്തിനെ സംബന്ധിച്ചത് സാമ്പത്തികമാണ്. സാമ്പത്തികം. സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികമാണ്. സാമൂഹികം. അടുത്ത ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം. പരിസ്ഥിതിയെ സംബന്ധിച്ചത് പാരിസ്ഥിതികമാണ്. പാരിസ്ഥിതികം. പരിണയത്തെ സംബന്ധിച്ചത് പാരിണേയം. അടുത്തത് ഇഹലോകത്തെ സംബന്ധിച്ചത് എന്താണ്? ഐഹികമാണ്. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. ഇഹം എന്നുള്ളത് ഒറ്റപ്പദമാക്കിയപ്പോൾ ഐഹികം എന്നായി. അതുപോലെ ഇതിഹാസത്തെ സംബന്ധിച്ചത് ഇതിഹാസം എന്നത് ഒറ്റപ്പദമാക്കിയപ്പോൾ ഐതിഹാസം എന്നായി. ഇതിഹാസത്തെ സംബന്ധിച്ചത് ഐതിഹാസികം. അടുത്തത് നീതിയെ സംബന്ധിച്ചത് എന്താണ്? നൈതികമാണ്. നൈതികമാണ്. അടുത്തത് പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം. പൈശാചികം. അടുത്ത വിവാഹത്തെ സംബന്ധിച്ചത് എന്താണ്? വൈവാഹികം. അടുത്തത് വിദേശത്തെ സംബന്ധിച്ചത് എന്താണ് വരുന്നത്? വൈദേശികം. വൈദേശികമാണ്. അടുത്തത് വേദത്തെ സംബന്ധിച്ചത് വൈദികം. വേദം അഭ്യസിച്ചവൻ വൈദികൻ. വേദത്തെ സംബന്ധിച്ചത് വൈദികമാണ്. അപ്പൊ വേദം അഭ്യസിച്ചവൻ വൈദികനാണ്. വേദത്തെ സംബന്ധിച്ചത് വൈദികം, വേദം അഭ്യസിച്ചവൻ വൈദികൻ. ഒന്നുകൂടെ നോക്കാം. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികമാണ്. ഇഹം എന്നത് ഒറ്റപ്പദമാക്കിയപ്പോൾ ഐ എന്നായി മാറി അല്ലെ? ഇഹം എന്നത് ഐഹികം എന്നായി മാറി. അടുത്തത് ഇതിഹാസത്തെ സംബന്ധിച്ച് എന്താണ്? ഐതിഹാസികമാണ്. നീതിയെ സംബന്ധിച്ചത് നൈതികമാണ്. പിശാചിനെ സംബന്ധിച്ചത് പൈശാചികമാണ്. അതുപോലെ വിവാഹത്തെ സംബന്ധിച്ചത് എന്താണ്? വൈവാഹികമാണ്. വിദേശത്തെ സംബന്ധിച്ചത് വൈദേശികം. അടുത്തത് വേദത്തെ സംബന്ധിച്ചത് വൈദികമാണ്. വേദം അഭ്യസിച്ചിട്ടുള്ളവൻ ആരാണ്? വൈദികനാണ്. അടുത്ത നോക്കാം. പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികം. പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികമാണ്. പ്രദേശത്തെ സംബന്ധിക്കുന്നത് എന്താണ്? പ്രാദേശികം. പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികമാണ്. പ്രദേശത്തെ സംബന്ധിക്കുന്നത് പ്രാദേശികം. അടുത്ത ഭാരതത്തെ സംബന്ധിച്ചത് ഭാരതീയം. ഭാരതത്തെ സംബന്ധിച്ചത് ഭാരതീയം. ഭൂമിയെ സംബന്ധിച്ചത് നേരത്തെ പറഞ്ഞു അല്ലേ? ഒന്നുകൂടെ വന്നതാണ്. ഭൂമിയെ സംബന്ധിച്ചത് ഭൗമമാണ്. ഭൂമിയിൽ രുഹമായത് ഭൂരുഹം. ഭൂമിയെ സംബന്ധിച്ചത് ഭൗമമാണ്. ഭൂമിയിൽ രുഹമായത് ഭൂരുഹം.
അടുത്തത് രാഷ്ട്രത്തെ സംബന്ധിച്ചത്. രാഷ്ട്രത്തെ സംബന്ധിച്ചത് എന്താണ്? രാഷ്ട്രീയമാണ്. രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയം. ദേശത്തെ സംബന്ധിച്ചത്. ദേശത്തെ സംബന്ധിച്ചത് ദേശീയം. പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികമാണ്. പ്രദേശത്തെ സംബന്ധിക്കുന്നത് പ്രാദേശികമാണ്. ഭാരതത്തെ സംബന്ധിച്ചത് ഭാരതീയമാണ്. ഭൂമിയെ സംബന്ധിച്ചത് ഭൗമമാണ്. ഭൂമിയിൽ രുഹമായത് ഭൂരുകമാണ്. രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയമാണ്. ദേശത്തെ സംബന്ധിച്ചത് ദേശീയം. അടുത്തത് ആത്മാവിനെ സംബന്ധിച്ചത്. ആത്മാവിനെ സംബന്ധിച്ചത് ആത്മീയം. ആത്മാവിനെ സംബന്ധിച്ചത് ആത്മീയം. അത് ജനങ്ങളെ സംബന്ധിച്ചത്. ജനങ്ങളെ സംബന്ധിച്ചത് എന്താണ്? ജനകീയം. ജനങ്ങളെ സംബന്ധിച്ചത് ജനകീയം. നിമിഷത്തെ സംബന്ധിച്ചത്. നിമിഷത്തെ സംബന്ധിച്ചത് നൈമിഷികമാണ്. നിമിഷികമല്ല, നൈമിഷികം. നിമിഷത്തെ സംബന്ധിച്ചത് നൈമിഷികം. അടുത്തത് പരലോകത്തെ സംബന്ധിച്ചത്. പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികമാണ്. പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം. അടുത്തത് നീതിയെ സംബന്ധിച്ചത്. നീതിയെ സംബന്ധിച്ചത് നൈതികം. നീതി ഇല്ലാത്തത് എന്താണ്? അനീതി. നീതിയെ സംബന്ധിച്ചത് നൈതികമാണ്. നീതി ഇല്ലാത്തത് അനീതി. അടുത്തത് നിഷേധിക്കാൻ കഴിയാത്തത്. നിഷേധിക്കാൻ കഴിയാത്തത് അനിഷേധ്യം. നിഷേധിക്കാൻ കഴിയാത്തത് അനിഷേധ്യം. നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിയന്ത്രിതം. നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിയന്ത്രിതം. ഓക്കെ, അപ്പോൾ നിഷേധിക്കാൻ കഴിയാത്തത് അനിഷേധ്യം. നിഷേധം എന്നുള്ളതിൻ്റെ കൂടെ ഒരു ആ ചേർക്കുക, അനിഷേധ്യം. അടുത്തത് നിയന്ത്രിക്കാൻ കഴിയാത്തത്. നിയന്ത്രിക്കാൻ കഴിയാത്തത് നിയന്ത്രിതം. നിയന്ത്രിതം എന്നതിൻ്റെ കൂടെ ഒരു ആ മുമ്പിൽ ചേർക്കുക. അപ്പോൾ അനിയന്ത്രിതം. നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിയന്ത്രിതം. അടുത്തത് നോക്കാം. എത്തിച്ചേരാൻ സാധിക്കാത്തത്. എത്തിച്ചേരാൻ സാധിക്കാത്തത് അപ്രാപ്യം. അപ്രാപ്യം. എത്തിച്ചേരാൻ സാധിക്കാത്തത് അപ്രാപ്യം. എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? സുകരമാണ് വരുന്നത്. എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുകരം. എളുപ്പത്തിൽ പോകാവുന്നത് സുഗമം. സുഗമമായ യാത്ര. എളുപ്പത്തിൽ പോകാവുന്നത് സുഗമം. എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുകരം. അടുത്തത് എന്നെന്നും നിലനിൽക്കുന്നത് ശാശ്വതം. ശാശ്വതമായ ഒരു പ്രവൃത്തിയല്ല എന്ന് കേട്ടിട്ടുണ്ടല്ലേ? എന്നെന്നും നിലനിൽക്കുന്നതാണ് ശാശ്വതം. അടുത്തത് എന്നെന്നും ജീവിക്കുന്നവൻ ചിരഞ്ജീവി. എന്നെന്നും നിലനിൽക്കുന്നത് ശാശ്വതം. എന്നെന്നും ജീവിക്കുന്നവൻ ചിരഞ്ജീവി. അടുത്തത് എല്ലായിടത്തും വ്യാപിച്ചത്. എല്ലായിടത്തും വ്യാപിച്ചത് എന്താണ്? സർവവ്യാപി. എല്ലായിടത്തും വ്യാപിച്ചത് സർവവ്യാപി. അടുത്തത് എല്ലാവർക്കും ഹിതമായത്. എല്ലാവർക്കും ഹിതമായത് സർവജനീനം. എല്ലാവർക്കും ഹിതമായത് സർവജനീനം. അടുത്തത് എല്ലായിടത്തും കാണപ്പെടുന്നത് സാർവത്രികം. എല്ലായിടത്തും കാണപ്പെടുന്നത് സാർവത്രികം. സർവം എന്ന് വെച്ചാൽ എന്താണ്? എല്ലാം. സർവം എല്ലാം. അപ്പം എല്ലായിടത്തും വ്യാപിച്ചത് സർവവ്യാപിയാണ്. എല്ലായിടത്തും വ്യാപിച്ചത് സർവം എല്ലാം. സർവം വ്യാപിച്ചത് വ്യാപി, സർവവ്യാപി. അത് എല്ലാവർക്കും ഹിതകരമായത് സർവജനീനം. സർവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എല്ലായിടത്തും. സർവജനീനം. അടുത്തത് എല്ലായിടത്തും കാണപ്പെടുന്നത് എന്താണ്? സാർവത്രികം. അടുത്തത് നോക്കാം. ഒഴിച്ചുകൂടാനാവാത്തത് അത്യന്താപേക്ഷിതം. ഒഴിച്ചുകൂടാനാവാത്തത് അത്യന്താപേക്ഷിതം. ഉപേക്ഷിക്കാൻ കഴിയാത്തത്. ഉപേക്ഷിക്കാൻ കഴിയാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദം അനുപേക്ഷണീയം. ഒഴിച്ചുകൂടാനാവാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദം അത്യന്താപേക്ഷിതം. ഉപേക്ഷിക്കാൻ കഴിയാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദം അനുപേക്ഷണീയം. അടുത്തത് ഈശ്വര വിശ്വാസമുള്ളവൻ. ഈശ്വര വിശ്വാസമുള്ളവൻ ആസ്തികൻ. ഈശ്വര വിശ്വാസമുള്ളവൻ ആസ്തികൻ. ഈശ്വര വിശ്വാസമില്ലാത്തവൻ നാസ്തികൻ. ഈശ്വര വിശ്വാസമുള്ളവൻ ആസ്തികൻ. ഈശ്വര വിശ്വാസം ഇല്ലാത്തവൻ എന്താണ്? നാസ്തികൻ. അപ്പോൾ ഈശ്വരൻ ഇല്ലെന്നുള്ള വാദം എന്താണ്? നാസ്തികവാദമാണ്. ഈശ്വരൻ ഇല്ലെന്നുള്ള വാദം നാസ്തികവാദം. അടുത്തത് ഹനിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. ഹനിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗാംസു. ഹനിക്കാൻ. ഹനിക്കുക എന്ന് വെച്ചാൽ എന്താണ്? കൊല്ലുക എന്നാണ് അർത്ഥം. ഹനിക്കുക, കൊല്ലുക. അപ്പോൾ കൊല്ലാൻ ആഗ്രഹിക്കുന്നയാൾ അല്ലെങ്കിൽ ഹനിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗാംസു. ഓക്കെ, ജിഗാംസു. അടുത്ത കൊല്ലാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഹനിക്കാനുള്ള ആഗ്രഹം എന്താണ്? ജിഗാംസ. അവിടെ സു എന്നുള്ളത് സായായി മാറി, അത്രേ ഉള്ളൂ. ഹനിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗാംസു. ഹനിക്കാനുള്ള ആഗ്രഹം ജിഗാംസ. ഹനിക്കുക എന്ന് വെച്ചാൽ കൊല്ലുക. അടുത്തത് ഗമിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. ഗമിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗമിഷു. ഗമിക്കുക എന്ന് വെച്ചാൽ എന്താണ്? പോകുക. അപ്പൊ പോവാൻ ആഗ്രഹിക്കുന്നയാൾ
ജിഗമിഷു ആണ്. പോവാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗമിഷു. പോകുവാനുള്ള ആഗ്രഹം ജിഗമിഷ. ഗമിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗമിഷു ആണ്. ഇപ്പൊ പോകുവാനുള്ള ആഗ്രഹം എന്താണ്? ജിഗമിഷ. ഗമിക്കുക എന്ന് വെച്ചാൽ പോകുക എന്നാണ് അർത്ഥം. അടുത്ത ജീവിക്കുന്നതിനുള്ള ആഗ്രഹം. ജീവിക്കുന്നതിനുള്ള ആഗ്രഹം ജിജീവിഷ. ജീവിക്കുന്നതിനുള്ള ആഗ്രഹം ജിജീവിഷ. അടുത്ത അറിയാനുള്ള ആഗ്രഹം. അറിയാനുള്ള ആഗ്രഹം എന്താണ്? ജിജ്ഞാസ. അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് അവർ അവിടെ എത്തിയത് എന്ന് വാക്യശുദ്ധിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ജിജ്ഞാസ എന്ന് വെച്ചാൽ എന്താണ്? അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. അപ്പോൾ വാക്യശുദ്ധിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അറിയാനുള്ള ആഗ്രഹം എന്നതും ജിജ്ഞാസ എന്നതും ഒരുമിച്ച് വേണ്ട. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അടുത്ത വിശപ്പുള്ള ആൾ. വിശപ്പുള്ള ആൾ ജിഗൽസു. വിശപ്പുള്ള ആൾ ജിഗൽസു. പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗൃഷു. പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗൃഷു. ഗ്രഹിക്കാനുള്ള ആഗ്രഹം ജിഗൃഷ. ഗ്രഹിക്കുക എന്ന് വെച്ചാൽ എന്താണ്? പിടിച്ചെടുക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ഗ്രഹിക്കുക എന്നതും പിടിച്ചെടുക്കുക എന്നുള്ളതും ഒരേ അർത്ഥമാണ് വരുന്നത്. അപ്പൊ പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗൃഷു ആണ്. പിടിച്ചെടുക്കാനുള്ള ആഗ്രഹം എന്താണ്? ജിഗൃക്ഷയാണ്. അപ്പം ഗ്രഹിക്കാനുള്ള ആഗ്രഹം എന്ന് ചോദിച്ചാലും പിടിച്ചെടുക്കാനുള്ള ആഗ്രഹം എന്ന് ചോദിച്ചാലും ഒരേ അർത്ഥമാണ് വരുന്നത്. അടുത്തത് ഗ്രഹിക്കാൻ കഴിയുന്നത് എന്താണ്? ഗ്രാഹ്യം. ഗ്രഹിക്കാനുള്ള ആഗ്രഹം ജിഗൃക്ഷയാണ്. അപ്പൊ ഗ്രഹിക്കാൻ കഴിയുന്നത് എന്താണ്? ഗ്രാഹ്യമാണ്. ഗ്രഹിക്കാൻ കഴിയുന്നത് ഗ്രാഹ്യം. അടുത്തത് നോക്കാം. കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ. കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ തിതീർഷു. കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ തിതീർഷു. കാണാൻ ആഗ്രഹിക്കുന്നയാൾ. കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃക്ഷു. കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃക്ഷു. കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ തിതീർഷു. അടുത്തത് കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിബാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിബാസു. കുടിക്കാനുള്ള ആഗ്രഹം പിബാസ. ഇത് PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ്. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ്? പിബാസു. കുടിക്കാനുള്ള ആഗ്രഹം പിബാസ. അടുത്തത് ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗീഷു. അടുത്തത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപഠിഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ്? പിപഠിഷു. പിപഠിഷു. ഓക്കെ. അടുത്തത് മോക്ഷം ആഗ്രഹിക്കുന്നവൻ. മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു. മോക്ഷം മുമുക്ഷു. ഓക്കെ. അടുത്തത് വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നവൻ. വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ്? ദിപ്സു. വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം ദിപ്സു. അടുത്ത വഞ്ചിക്കാനുള്ള ആഗ്രഹം ദിപ്സ. വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം ദിപ്സു ആണ്. വഞ്ചിക്കാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റപ്പദം ദിപ്സ. അടുത്തത് ഉയർച്ച ആഗ്രഹിക്കുന്നയാൾ. ഒറ്റപ്പദം ഉത്കർഷു. ഉയർച്ച ആഗ്രഹിക്കുന്നയാൾ എന്നതിന്റെ ഒറ്റപ്പദം ഉത്കർഷു. അടുത്തത് മാറ്റം ആഗ്രഹിക്കുന്നയാൾ എന്നതിന്റെ ഒറ്റപ്പദം ഉൽപതിഷ്ണു. മാറ്റം ആഗ്രഹിക്കുന്നയാൾ എന്നതിന്റെ ഒറ്റപ്പദം ഉൽപതിഷ്ണു. അടുത്തത് ആദ്യം തൊട്ട് അവസാനം വരെ. ആദ്യം തൊട്ട് അവസാനം വരെ എന്നതിന്റെ ഒറ്റപ്പദം വരുന്നത് ആദ്യന്തം. ആദ്യന്തം. അടുത്തത് തുടക്കം മുതൽ ഒടുക്കം വരെ. എന്താണ്? ഉടനീളം. ആദ്യം തൊട്ട് അവസാനം വരെ ആദ്യന്തം. തുടക്കം മുതൽ ഒടുക്കം വരെ ഉടനീളം. അടുത്തത് തനിക്ക് താൻ പോന്നവൻ എന്ന അവസ്ഥ താൻ പോരിമ. അടുത്തത് പ്രധാന നദിയിൽ വന്നു ചേരുന്ന ചെറിയ നദി പോഷക നദി. പോഷക നദി എന്നാണ് ചോദിക്കാറ്. പെരിയാറിന്റെ പോഷക നദി ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാന നദിയിൽ വന്നു ചേരുന്ന ചെറിയ നദിയാണ് പോഷക നദി. അടുത്തത് ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ അറിയപ്പെടുന്നത് ആബാലവൃദ്ധം. ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ ആബാലവൃദ്ധം. അടുത്തത് വേര് മുതൽ തലപ്പ് വരെ. വേര് മുതൽ തലപ്പ് വരെ ആമൂലാഗ്രം. വേര് മുതൽ തലപ്പ് വരെ ആമൂലാഗ്രം. സമുദ്രം മുതൽ ഹിമാലയം വരെ ആസേതു ഹിമാലയം. സമുദ്രം മുതൽ ഹിമാലയം വരെ ആസേതു ഹിമാലയം. ഒന്നുകൂടെ നോക്കാം. തനിക്ക് താൻ പോന്നവൻ എന്നവസ്ഥ താൻ പോരിമ. പ്രധാന നദിയിൽ വന്നു ചേരുന്ന ചെറിയ നദി ഏതാണ്? പോഷക നദി. ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ എന്നതിന്റെ ഒറ്റപ്പദം ആബാലവൃദ്ധം. വേര് മുതൽ തലപ്പ് വരെ ആമൂലാഗ്രം. സമുദ്രം മുതൽ ഹിമാലയം വരെ ആസേതു ഹിമാചലം. ഓക്കെ. അടുത്തത് ഋജുവായ ഭാവം. ഋജുവായ ഭാവം ആർജവമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഋഷിയെ സംബന്ധിച്ചത്. അപ്പം ഋ എന്ന അക്ഷരം വന്നപ്പോൾ ഒറ്റപ്പദമായപ്പോൾ അതെന്തായി മാറി? ആറായി മാറി.
അപ്പോൾ ഋ എന്നത് ആറായിട്ട് അവിടെ ഋഷിയെ സംബന്ധിച്ചത് എന്നുള്ളത് ആർഷമായി മാറി. അപ്പോൾ ഇവിടെ ഋജുവായ ഭാവം, അതും റി എന്നത് ഒറ്റപ്പദമാക്കിയപ്പോൾ ആറായി മാറി, ആർജവം. ഓക്കെ, ഋജുവായ ഭാവം ആർജവം. അടുത്തത് മുനിയുടെ ഭാവം. മുനിയുടെ ഭാവം മൗനമാണ്. മുനിയുടെ ഭാവം മൗനം. ഗുരുവിൻ്റെ ഭാവം ഗൗരവം. ഗുരുവിൻ്റെ ഭാവം ഗൗരവം. ഋജുവായ ഭാവം ആർജവം, മുനിയുടെ ഭാവം മൗനം, ഗുരുവിൻ്റെ ഭാവം ഗൗരവം. അടുത്ത ചേതനയുടെ ഭാവം. ചേതനയുടെ ഭാവം ചൈതന്യം. ചേതനയുടെ ഭാവം ചൈതന്യം. ദീനന്റെ ഭാവം. ദീനന്റെ ഭാവം ദൈന്യം. നിരാശയുടെ ഭാവം നൈരാശ്യം. ദീനന്റെ ഭാവം ദൈന്യം, നിരാശയുടെ ഭാവം നൈരാശ്യം. അടുത്ത ഇന്ദ്രജാലത്തിന്റെ ഭാവം ഐന്ദ്രജാലികം. നേരത്തെ ഇതിഹാസം ഐതിഹാസികം എന്നായി. അതുപോലെ ഇഹം എന്നത് ഐഹികം എന്നായി. അതുപോലെ ഇന്ദ്രജാലം ഐന്ദ്രജാലികം. അടുത്തത് ശിശുവിൻ്റെ അവസ്ഥ ശൈശവം. ശിശുവിൻ്റെ അവസ്ഥ ശൈശവം. അടുത്ത നോക്കാം. മൃദംഗം വായിക്കുന്നവൻ. മൃദംഗം വായിക്കുന്നവൻ മാർദംഗികൻ. മൃദംഗം വായിക്കുന്നവൻ മാർദംഗികൻ. തർക്കശാസ്ത്രം പഠിച്ചവൻ. തർക്കശാസ്ത്രം പഠിച്ചവൻ താർക്കികനാണ്. തന്ത്രം പഠിച്ചവൻ താന്ത്രികൻ. തർക്കശാസ്ത്രം പഠിച്ചവൻ താർക്കികൻ, തന്ത്രം പഠിച്ചവൻ താന്ത്രികൻ. അടുത്തത് വേദം അഭ്യസിച്ചിട്ടുള്ളവൻ. വേദം അഭ്യസിച്ചിട്ടുള്ളവൻ വൈദികൻ. അടുത്തത് വ്യാകരണം അറിയുന്നവൻ. വ്യാകരണം അറിയുന്നവൻ വൈയാകരണനാണ്. അടുത്തത് ന്യായശാസ്ത്രം അറിയുന്നവൻ നൈയാമികൻ. അടുത്തത് പിതാവിൽ നിന്നും ലഭിച്ചത് പൈതൃകം. പാരമ്പര്യമായി ലഭിക്കുന്നത് പൈതൃകം. പിതാവിൽ നിന്നും ലഭിച്ചത് പൈതൃകം. ദ്വീപിൽ ജനിച്ചവൻ ദ്വൈപായനൻ. ഒന്നുകൂടി നോക്കാം. മൃദംഗം വായിക്കുന്നവൻ മാർദംഗികൻ. തർക്കശാസ്ത്രം പഠിച്ചവൻ താർക്കികൻ. തന്ത്രം പഠിച്ചവൻ താന്ത്രികൻ. വേദം അഭ്യസിച്ചിട്ടുള്ളവൻ വൈദികൻ. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ. പിതാവിൽ നിന്നും ലഭിച്ചത് പൈതൃകം. ശിശുവിൻ്റെ അവസ്ഥ ശൈശവം. അടുത്ത നോക്കാം. ഹർഷത്തോടു കൂടിയത്. ഹർഷത്തോടു കൂടിയത് എന്താണ്? സഹർഷം. ഹർഷത്തോടു കൂടിയത് സഹർഷം. ഇവിടെ കൂടി എന്നല്ലേ വന്നിരിക്കുന്നത്? ഇവിടെ കൂടി എന്ന് വന്നിട്ടുണ്ട്, ഹർഷത്തോട് കൂടി. അപ്പോൾ കൂടി എന്ന് വരുമ്പോൾ അവിടെ ഒരു സാ ചേർക്കുക. കൂടി എന്ന് വരുമ്പോൾ അവിടെ ഒരു സാ ചേർക്കുക. അപ്പോൾ സഹർഷം, ഹർഷത്തോടു കൂടി എന്നത് ഒറ്റപ്പദമാക്കുമ്പോൾ സഹർഷം. അടുത്ത സന്തോഷത്തോടു കൂടി. ഹർഷം എന്ന് വെച്ചാൽ എന്താ? സന്തോഷമാണ്. അപ്പോൾ സന്തോഷത്തോടു കൂടി എന്നതിൻ്റെ ഒറ്റപ്പദം സന്തോഷം. കൂടി എന്നാണ് വന്നിരിക്കുന്നത്, അപ്പോൾ ഇവിടെ മുമ്പിൽ ഒരു സാ ചേർത്തു. അപ്പോൾ സന്തോഷം. അടുത്തത് അഷ്ടാംഗങ്ങളോട് കൂടി. അഷ്ടാംഗങ്ങളോട് കൂടി, ഇവിടെയും കൂടി വന്നിട്ടുണ്ടല്ലേ, അപ്പോൾ ഇവിടെ ഒരു സാ ചേർത്തു. സാഷ്ടാംഗം. അഷ്ടാംഗങ്ങളോട് കൂടി. അഷ്ടാംഗങ്ങളോട് കൂടി സാഷ്ടാംഗം. അപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഇവിടെ ഒരു ആയുണ്ട് അല്ലേ. അപ്പോൾ അപ്പുറത്ത് പോയപ്പോൾ അതിങ്ങനെ സാ ആയി മാറി. ആ ആയ എവിടെ പോയിന്ന്. അപ്പോൾ സാ ചേർക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സാ പ്ലസ് ആ ചേർന്നപ്പോൾ നമുക്ക് എന്തായി മാറി? സാ എന്നതായി മാറി. അതാണ് അവിടെ സാഷ്ടാംഗം എന്ന് വന്നിരിക്കുന്നത്. സാഷ്ടാംഗം. സാ എന്ന വ്യഞ്ജനത്തിന്റെ അവസാനം ആ എന്നുള്ള ശബ്ദം വരുന്നുണ്ടല്ലേ, അപ്പോൾ ആ പ്ലസ് ആ എന്നത് കൂടി ചേർന്നപ്പോൾ അത് ആയി മാറി. അഷ്ടാംഗങ്ങളോട് കൂടി എന്നത് സാഷ്ടാംഗം. ഒറ്റപ്പദം സാഷ്ടാംഗം. അടുത്തത് ചിന്തയിൽ മുഴുകിയവൻ. ചിന്തയിൽ മുഴുകിയവൻ ചിന്താമഗ്നൻ. ചിന്തയിൽ മുഴുകിയവൻ ചിന്താമഗ്നൻ. അടുത്തത് ചിന്തയാൽ വിഴുങ്ങപ്പെട്ടവൻ. ചിന്തയാൽ വിഴുങ്ങപ്പെട്ടവൻ ചിന്താഗ്രഹസ്ഥൻ. ചിന്തയാൽ മുഴുകിയവൻ ചിന്താമഗ്നനാണ്. ചിന്തയാൽ വിഴുങ്ങപ്പെട്ടവൻ ചിന്താഗ്രഹസ്ഥൻ. അടുത്തത് വാരിയെ ദാനം ചെയ്യുന്നത്. വാരിയെ ദാനം ചെയ്യുന്നത് വാരിതം. 3 കവികളെ പറയുന്നത് കവിത്രയം. കാവ്യത്തിന് വിഷയമാകുന്നത് കവന വിഷയം. 3 കവികളെ പറയുന്നത് കവിത്രയമാണ്. കാവ്യത്തിന് വിഷയമാകുന്നത് കവന വിഷയം. അടുത്തത് നോക്കാം. അപവാദം പറയുന്നവൻ. അപവാദം പറയുന്നവൻ പരിവാദകൻ. അപവാദം പറയുന്നവൻ പരിവാദകൻ. അടുത്ത അന്യന്റെ ശരീരം. അന്യന്റെ ശരീരം പരകായം. അന്യന്റെ ഭാര്യ പരകളത്രം അല്ലെങ്കിൽ പരതാരം. അന്യന്റെ ശരീരം എന്നതിൻ്റെ ഒറ്റപ്പദം പരകായമാണ്. അന്യന്റെ ഭാര്യ എന്നതിൻ്റെ ഒറ്റപ്പദം പരധാരം അല്ലെങ്കിൽ പരകളത്രം. അടുത്തത് അന്യന്റെ ഉയർച്ച ആഗ്രഹിക്കുന്നവൻ. അന്യന്റെ ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ആരാണ്? അഭ്യുദയ കാംക്ഷി. അഭ്യുദയ കാംക്ഷി. അടുത്തത് അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന ദേഷ്യം ഈർഷ. അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന ദേഷ്യം ഏതാണ്? ഈർഷ എന്നാണ് അറിയുന്നത്. അടുത്തത് അന്യന് ചെയ്തു കൊടുക്കുന്ന ഉപകാരം പര ഉപകാരം. പരോപകാരം. അന്യന് ചെയ്തു കൊടുക്കുന്ന ഉപകാരം പരോപകാരം. അന്യന്റെ ശരീരം പരകായം. അന്യന്റെ ഭാര്യ
പരതാരം അല്ലെങ്കിൽ പരകളത്രം, അന്യന്റെ ഉയർച്ച ആഗ്രഹിക്കുന്നവൻ, അഭ്യുദയകാംക്ഷി, അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന ദേഷ്യം, ഈർഷ, അന്യനു ചെയ്തു കൊടുക്കുന്ന ഉപകാരം, പരോപകാരം. അടുത്തത് അധികം സംസാരിക്കുന്നവൻ. അധികം സംസാരിക്കുന്നവൻ വാചാലൻ. അധികം സംസാരിക്കുന്നവൻ വാചാലൻ. വളരെയധികം സംസാരിക്കുന്നവൻ അതിവാചാലൻ. അധികം സംസാരിക്കുന്നവൻ വാചാലനാണ്, വളരെയധികം സംസാരിക്കുന്നവൻ അതിവാചാലൻ. അടുത്ത അതിയായ ആഗ്രഹം. അതിയായ ആഗ്രഹം അത്യാഗ്രഹം. അതിയായ ആഗ്രഹം അത്യാഗ്രഹം. നിങ്ങൾക്ക് ഇങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്കുകൾ, അതായത് ഒറ്റപ്പദങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ ഒരുമിച്ച് ഇങ്ങനെ മനസ്സിലാവുന്ന വിധത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ്, മാറിപ്പോവാതിരിക്കാനാണ്. അപ്പോൾ അധികം സംസാരിക്കുന്നവൻ വാചാലനാണ്, വളരെയധികം സംസാരിക്കുന്നവൻ അതിവാചാലനാണ്, അതിയായ ആഗ്രഹം അത്യാഗ്രഹമാണ്. നിങ്ങൾ ഈ ചിലപ്പം ഒരു ഒറ്റപ്പദം ഇവിടെ വായിച്ചിട്ട് അധികം സംസാരിക്കുന്നവൻ വാചാലൻ എന്ന് വായിച്ചിട്ട് കുറച്ച് അപ്പുറം പോയിട്ട് വായിക്കുമ്പോൾ വളരെയധികം സംസാരിക്കുന്നവൻ എന്നായിരിക്കും കാണുക. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. നേരത്തെ പഠിച്ചപ്പോൾ വാചാലൻ എന്നായിരുന്നല്ലോ, ഇവിടെ എങ്ങനെ ഈ ആൻസർ ആയിന്ന്? പിന്നെ അത് തിരയുമ്പോൾ നമ്മൾ കുറേ ടൈം കളയുമല്ലേ, അതിനായിട്ട് കുറേ ടൈം പോകും. അപ്പം അതുകൊണ്ടാണ് ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കിയെടുക്കുക. അപ്പം വളരെയധികം സംസാരിക്കുന്നവൻ അതിവാചാലൻ. അടുത്തത് അതിയായ ആഗ്രഹം അത്യാഗ്രഹം. അടുത്തത് അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അതിയായ ആഗ്രഹം അത്യാഗ്രഹം, അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു. അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു. അടുത്ത തിഥി നോക്കാതെ വരുന്നവൻ. തിഥി നോക്കാതെ വരുന്നവൻ അതിഥി. അപ്പോൾ അതിഥി പദശുദ്ധിയിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിഥി. അതിഥിയെ സൽക്കരിക്കൽ ആദിത്യം. അതിഥിയെ സൽക്കരിക്കൽ ആദിത്യം. അതിഥിയെ സ്വീകരിക്കുന്നവൻ ആതിഥേയൻ. അതിഥിയെ സ്വീകരിക്കുന്നവൻ ആതിഥേയൻ. അടുത്തത് പറയാൻ ആഗ്രഹിക്കുന്നവൻ. പറയാൻ ആഗ്രഹിക്കുന്നവൻ വിവക്ഷു. പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷ. പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷു. പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷ. ഇനി പറയുവാൻ ഉദ്ദേശിച്ചത് എന്താണ്? വിവക്ഷിതം. പറയാൻ ആഗ്രഹിക്കുന്നവൻ വിവക്ഷു. മാറിപ്പോകരുത് കേട്ടോ, നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കുക. പറയാൻ ആഗ്രഹിക്കുന്നവൻ വിവക്ഷുവാണ്, പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷയാണ്, പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? വിവക്ഷിതം. എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് വിവക്ഷിതമാണ്. ആഗ്രഹിക്കുന്നത്, നമ്മൾ പറയാൻ ഒരാളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷ. പറയാൻ ആഗ്രഹിക്കുന്ന ആൾ, അതായത് ഇപ്പം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വിവക്ഷു ആണ്. ഞാൻ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് വിവക്ഷയാണ്. ഇനി ഞാൻ പറയാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് വിവക്ഷിതമാണ്. അടുത്തത് ചെയ്യാനുള്ള ആഗ്രഹം. ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷ. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗര. പലപ്പോഴായി കേട്ടിട്ടുണ്ടല്ലേ, എല്ലാവരും ജാഗരൂകരായിരിക്കുക, ഉണർന്നിരിക്കുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. അടുത്ത പ്രഥമമായി ഗണിക്കേണ്ടവൻ. പ്രഥമമായി ഗണിക്കേണ്ടവൻ പ്രഥമഗണനീയൻ. പ്രഥമമായി ഗണിക്കേണ്ടവൻ പ്രഥമഗണനീയൻ. അടുത്ത ചോദ്യം ചോദിക്കുന്നവൻ. ചോദ്യം ചോദിക്കുന്നവൻ പ്രാശ്നികൻ. ചോദ്യം ചോദിക്കുന്നവൻ പ്രാശ്നികനാണ്. സൃഷ്ടി നടത്തുന്നവൻ സ്രഷ്ടാവ്. സൃഷ്ടി നടത്തുന്നവൻ സ്രഷ്ടാവ്. സൃഷ്ടാവല്ല സ്രഷ്ടാവാണ്. സൃഷ്ടി നടത്തുന്ന ആൾ സ്രഷ്ടാവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറേ ഒറ്റപ്പദങ്ങൾ പ്രീവിയസ് ക്വസ്റ്റിനും അതുപോലെ SCERT പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള കുറേ ഒറ്റപ്പദങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചെടുക്കുക, നന്നായിട്ട് നോക്കി ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറേ ഒറ്റപ്പദങ്ങളുണ്ട്, അപ്പോൾ അതാണ് ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ വായിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കുറച്ച് ഒറ്റപ്പദങ്ങളുമായി കാണാം. എല്ലാവർക്കും താങ്ക് യു.